10ാം ക്ലാസ്സിലെ ജിയോഗ്രഫി ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്ന 8ാമത്തെ അധ്യായത്തിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ്. ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ കൃഷിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പഠിച്ചു. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങളാണ് കൃഷി, ഖനനം, വ്യവസായം, ഗതാഗതം എന്നിവ. അപ്പോൾ അതിൽ കൃഷിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പഠിച്ചു. ഇനിയുള്ളത് ഖനനം, വ്യവസായം, ഗതാഗതം എന്നീ കാര്യങ്ങളാണ്. അത് നമുക്ക് ഈ വീഡിയോയിലൂടെ പഠിക്കാം. ധാതുക്കളും ധാതു അധിഷ്ഠിത വ്യവസായങ്ങളും മിനറൽസ് ആൻഡ് മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രീസ്. വൈവിധ്യമാർന്ന ധാതുവിഭവങ്ങൾ കൊണ്ട് അനുഗ്രഹീതമായ രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയിലെ ധാതുവിഭവങ്ങളിൽ ഏറിയ പങ്കും ഉപദ്വീപീയ പീഠഭൂമിയിലെ ആഗ്നേയ കായാന്തരിത ശിലകളുമായി ബന്ധപ്പെട്ട് കാണപ്പെടുന്നു. കാർഷിക വിളകൾ കൃഷിയധിഷ്ഠിത വ്യവസായങ്ങൾക്കെന്ന പോലെ ധാതുവിഭവങ്ങൾ വിവിധ ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾക്ക് അസംസ്കൃത വസ്തുക്കൾ പ്രദാനം ചെയ്യുന്നു. ഇന്ത്യയുടെ വ്യാവസായിക അടിത്തറയ്ക്ക് നിദാനമാകുന്നത് ഇവിടുത്തെ ധാതുവിഭവങ്ങളാണ്. അപ്പോൾ ഇന്ത്യയിലെ ധാതുവിഭവങ്ങളിൽ ഏറിയ പങ്കും ഉപദ്വീപീയ പീഠഭൂമിയിലെ ആഗ്നേയ കായാന്തരിത ശിലകളുമായി ബന്ധപ്പെട്ട് കാണപ്പെടുന്നു. കാർഷിക വിളകൾ കൃഷിയധിഷ്ഠിത വ്യവസായങ്ങൾക്കെന്ന പോലെ ധാതുവിഭവങ്ങൾ വിവിധ ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾക്ക് അസംസ്കൃത വസ്തുക്കൾ പ്രദാനം ചെയ്യുന്നു. ഇന്ത്യയുടെ വ്യാവസായിക അടിത്തറയ്ക്ക് നിദാനമാകുന്നത് ഇവിടുത്തെ ധാതുവിഭവങ്ങളാണ്. ഇന്ത്യയിലെ പ്രധാന ധാതുക്കളെ എങ്ങനെയാണ് വർഗീകരിച്ചിരിക്കുന്നതെന്ന് നോക്കാം. ധാതുക്കളെ രണ്ടായിട്ട് തിരിക്കുന്നു. ഒന്ന് ലോഹധാതുക്കളും രണ്ടാമത്തേത് അലോഹധാതുക്കളും. ധാതുക്കൾ, ലോഹധാതുക്കൾ, അലോഹധാതുക്കൾ. അതിൽ ഒന്നാമത്തെ ലോഹധാതുക്കളിലെ വീണ്ടും രണ്ടായിട്ട് തിരിക്കുന്നു. ഇരുമ്പിൻ്റെ അംശമുള്ളവ, ഇരുമ്പിൻ്റെ അംശമില്ലാത്തവ. അപ്പോൾ ധാതുക്കൾ രണ്ട് തരം: ലോഹധാതുക്കൾ, അലോഹധാതുക്കൾ. അതിൽ ലോഹധാതുക്കൾ ഇരുമ്പിൻ്റെ അംശമുള്ളവ, ഇരുമ്പിൻ്റെ അംശമില്ലാത്തവ. ഇരുമ്പിൻ്റെ അംശമുള്ളവയ്ക്ക് ഉദാഹരണമാണ് ഇരുമ്പയിര്, മാംഗനീസ്. രണ്ടാമത്തേത് ഇരുമ്പിൻ്റെ അംശമില്ലാത്തവ. അതിനുദാഹരണമാണ് സ്വർണം, വെള്ളി, ചെമ്പ്, ബോക്സൈറ്റ്. അപ്പോൾ ധാതുക്കൾ ലോഹധാതുക്കളും അലോഹധാതുക്കളും. അതിൽ ലോഹധാതുക്കൾ രണ്ടായിട്ട് തിരിക്കുന്നു. ഇരുമ്പിൻ്റെ അംശമുള്ളവ, ഉദാഹരണം ഇരുമ്പയിര്, മാംഗനീസ്. ലോഹധാതുക്കളിൽ രണ്ടാമത്തേത് ഇരുമ്പിൻ്റെ അംശമില്ലാത്തവ. അതിനുദാഹരണം സ്വർണം, വെള്ളി, ചെമ്പ്, ബോക്സൈറ്റ്. അപ്പോൾ ധാതുക്കളെ രണ്ടായിട്ട് തിരിക്കുന്നു: ലോഹധാതുക്കളും അലോഹധാതുക്കളും. ലോഹധാതുക്കളെ വീണ്ടും രണ്ടായിട്ട് തിരിക്കുന്നു: ഇരുമ്പിൻ്റെ അംശമുള്ളവ, ഇരുമ്പിൻ്റെ അംശമില്ലാത്തവ. അതിനുദാഹരണവും പറഞ്ഞു. ഇനി അടുത്തത് ധാതുക്കളിൽ രണ്ടാമത്തേതാണ് അലോഹധാതുക്കൾ. അലോഹധാതുക്കളെയും വീണ്ടും രണ്ടായിട്ട് തിരിക്കുന്നു: ധാതു ഇന്ധനങ്ങളും മറ്റു ധാതുക്കളും. അലോഹധാതുക്കൾ, ധാതു ഇന്ധനങ്ങൾ, മറ്റു ധാതുക്കൾ. ധാതു ഇന്ധനങ്ങൾക്ക് ഉദാഹരണമാണ് കൽക്കരി, പെട്രോളിയം എന്നിവ. മറ്റു ധാതുക്കൾക്ക് ഉദാഹരണമാണ് അഭ്രം. അപ്പോൾ ഒന്നുകൂടി നോക്കാം. ധാതുക്കൾ അലോഹധാതുക്കൾ, ലോഹധാതുക്കൾ. ലോഹധാതുക്കളിൽ ഇരുമ്പിൻ്റെ അംശമുള്ളവ, ഇരുമ്പയിര്, മാംഗനീസ്. ലോഹധാതുക്കളിൽ ഇരുമ്പിൻ്റെ അംശമില്ലാത്തവ, സ്വർണം, വെള്ളി, ബോക്സൈറ്റ്, ചെമ്പ്. ഇനി അലോഹധാതുക്കൾ ധാതു ഇന്ധനങ്ങളും മറ്റു ധാതുക്കളും. അതിൽ ധാതു ഇന്ധനങ്ങളാണ് കൽക്കരി, പെട്രോളിയം. മറ്റു ധാതുക്കളാണ് അഭ്രം. ലോഹങ്ങളുടെ സ്രോതസ്സുകളാണ് ലോഹധാതുക്കൾ. ലോഹധാതുക്കളെ ഇരുമ്പിൻ്റെ അംശമുള്ളവയെന്നും അല്ലാത്തവയെന്നും തരംതിരിക്കാം. ഇന്ത്യയിലെ ചില പ്രധാന ധാതുക്കളെക്കുറിച്ചും അനുബന്ധ വ്യവസായങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാം. ഇരുമ്പയിരു നിക്ഷേപങ്ങളും ഇരുമ്പുരുക്ക് വ്യവസായവും. ഇരുമ്പയിരിൽ നിന്നാണ് ഇരുമ്പ് എന്ന ലോഹം വേർതിരിച്ചെടുക്കുന്നത്. മാഗ്നറ്റൈറ്റ്, ഹേമറ്റൈറ്റ്, ലിമോണൈറ്റ്, സിഡറൈറ്റ് എന്നീ 4 തരം ഇരുമ്പയിരു നിക്ഷേപങ്ങൾ ഇന്ത്യയിൽ കാണപ്പെടുന്നു. ലോകത്തെ മൊത്തം ഇരുമ്പയിരിൻ്റെ 20% ഇന്ത്യയിലാണ്. അപ്പോൾ ഇരുമ്പയിരിൽ നിന്നാണ് ഇരുമ്പ് എന്ന ലോഹം വേർതിരിച്ചെടുക്കുന്നത്. ഇരുമ്പയിരിൽ നിന്നാണ് ഇരുമ്പ് എന്ന ലോഹം വേർതിരിച്ചെടുക്കുന്നത്. മാഗ്നറ്റൈറ്റ്, ഹേമറ്റൈറ്റ്, ലിമോണൈറ്റ്, സിഡറൈറ്റ് എന്നീ 4 തരം ഇരുമ്പയിരു നിക്ഷേപങ്ങൾ ഇന്ത്യയിൽ കാണപ്പെടുന്നു. അപ്പോൾ ഇന്ത്യയിൽ കാണപ്പെടുന്ന ഇരുമ്പയിരുകളാണ് മാഗ്നറ്റൈറ്റ്, ഹേമറ്റൈറ്റ്, ലിമോണൈറ്റ്, സിഡറൈറ്റ്. മാഗ്നറ്റൈറ്റ്, ഹേമറ്റൈറ്റ്, ലിമോണൈറ്റ്, സിഡറൈറ്റ് എന്നിവ. ലോകത്തെ മൊത്തം ഇരുമ്പയിരു നിക്ഷേപത്തിൻ്റെ 20% ഇന്ത്യയിലാണ്. ഇരുമ്പയിര് കയറ്റുമതിയിൽ ഇന്ത്യ 4ാം സ്ഥാനത്താണ്. ഇന്ത്യയിൽ ഖനനം ചെയ്യുന്ന ഇരുമ്പയിരിൻ്റെ 50 മുതൽ 60% വരെ ജപ്പാൻ, കൊറിയ, യൂറോപ്യൻ രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലേക്കാണ് കയറ്റുമതി ചെയ്യുന്നത്. ഇരുമ്പയിരിൻ്റെ ആഭ്യന്തര ഉപയോഗം വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ലോകത്തെ മൊത്തം ഇരുമ്പയിരിൻ്റെ 20% ഇന്ത്യയിലാണ്. ഇരുമ്പയിര് കയറ്റുമതിയിൽ ഇന്ത്യ 4ാം സ്ഥാനത്താണ്.
ഇരുമ്പയിര് കയറ്റുമതിയിൽ ഇന്ത്യ 4-ാം സ്ഥാനത്താണ്. ഇന്ത്യയിൽ ഖനനം ചെയ്യുന്ന ഇരുമ്പയിരിന്റെ 50 മുതൽ 60% വരെ ജപ്പാൻ, കൊറിയ, യൂറോപ്യൻ രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലേക്കാണ് കയറ്റുമതി ചെയ്യുന്നത്. ഇരുമ്പയിരിന്റെ ആഭ്യന്തര ഉപയോഗം വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ കാണപ്പെടുന്ന ഇരുമ്പയിര് നിക്ഷേപങ്ങളാണ് മാഗ്നറ്റൈറ്റ്, ഹേമറ്റൈറ്റ്, ലിമോണൈറ്റ്, സിഡറൈറ്റ് എന്നിവ. ഇരുമ്പയിരിൽ നിന്നാണ് ഇരുമ്പ് എന്ന ലോഹം വേർതിരിച്ചെടുക്കുന്നത്. ലോകത്തെ മൊത്തം ഇരുമ്പയിരിന്റെ 20% ഇന്ത്യയിലാണ്. ഇരുമ്പയിര് കയറ്റുമതിയിൽ ഇന്ത്യ 4-ാം സ്ഥാനത്താണ്. ഇന്ത്യയിൽ ഖനനം ചെയ്യുന്ന ഇരുമ്പയിരിന്റെ 50 മുതൽ 60% വരെ ജപ്പാൻ, കൊറിയ, യൂറോപ്യൻ രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലേക്കാണ് കയറ്റുമതി ചെയ്യുന്നത്. ഇനി ഇന്ത്യയിലെ പ്രധാന ഇരുമ്പയിര് ഖനന മേഖലകൾ ഏതൊക്കെയെന്ന് നോക്കാം. അപ്പോൾ ഇന്ത്യയിലെ പ്രധാന ഇരുമ്പയിര് ഖനനം ചെയ്യുന്ന സംസ്ഥാനങ്ങളാണ് ഒഡീഷ, ജാർഖണ്ഡ്, കർണാടകം, ഗോവ, തമിഴ്നാട് എന്നിവ. ഇനി പ്രധാന ഖനന മേഖലകൾ. ഓരോ സംസ്ഥാനത്തെയും പ്രധാന ഖനന മേഖലകൾ ഏതൊക്കെയെന്ന് നോക്കാം. ഒഡീഷയിൽ സുന്ദർഗഡ്, മയൂർഭഞ്ച്, ചാറ്. ജാർഖണ്ഡിൽ സിംഗ്ബം, ദുർഗ്. കർണാടകത്തിൽ ബെല്ലാരി, ചിക്കമംഗളൂർ, ഷിമോഗ, ചിത്രദുർഗ്. ഗോവയിൽ മർമഗോവ. തമിഴ്നാട്ടിൽ സേലം, നീലഗിരി. അപ്പോൾ ഇന്ത്യയിലെ പ്രധാന ഇരുമ്പയിര് ഖനന മേഖലകളാണ്. അതേതൊക്കെയെന്ന് നോക്കാം. ഒഡീഷയിൽ സുന്ദർഗഡ്, മയൂർഭഞ്ച്, ചാറ്. ജാർഖണ്ഡിൽ സിംഗ്ബം, ദുർഗ്. കർണാടകത്തിൽ ബെല്ലാരി, ചിക്കമംഗളൂർ, ഷിമോഗ, ചിത്രദുർഗ്. ഗോവയിൽ മർമഗോവ. തമിഴ്നാട്ടിൽ സേലം, നീലഗിരി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായമാണ് ഇരുമ്പുരുക്ക് വ്യവസായം. ഇരുമ്പുരുക്ക് വ്യവസായശാലകൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളാണ് ഇരുമ്പയിര്, കൽക്കരി, മാംഗനീസ്, ചുണ്ണാമ്പുകല്ല്, ഡോളമൈറ്റ് എന്നിവ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായമാണ് ഇരുമ്പുരുക്ക് വ്യവസായം. ഇരുമ്പുരുക്ക് വ്യവസായശാലകൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളാണ് ഇരുമ്പയിര്, കൽക്കരി, മാംഗനീസ്, ചുണ്ണാമ്പുകല്ല്, ഡോളമൈറ്റ് എന്നിവ. ഇരുമ്പുരുക്ക് വ്യവസായശാലകൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളാണ് ഇരുമ്പയിര്, കൽക്കരി, മാംഗനീസ്, ചുണ്ണാമ്പുകല്ല്, ഡോളമൈറ്റ് എന്നിവ. ഇരുമ്പുരുക്ക് വ്യവസായത്തിലെ ഒരു പ്രധാന അസംസ്കൃത വസ്തുവാണ് കൽക്കരി. ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് വ്യവസായങ്ങൾ കൽക്കരി പാടങ്ങൾക്ക് സമീപത്തായി കാണപ്പെടുന്നു എന്നത് ഏറെ വ്യാവസായിക പ്രാധാന്യം അർഹിക്കുന്നു. ഇരുമ്പുരുക്ക് വ്യവസായത്തിലെ ഒരു പ്രധാന അസംസ്കൃത വസ്തുവാണ് കൽക്കരി. ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് നിക്ഷേപങ്ങൾ കൽക്കരി പാടങ്ങൾക്ക് സമീപത്തായി കാണപ്പെടുന്നു എന്നത് ഏറെ വ്യാവസായിക പ്രാധാന്യം അർഹിക്കുന്നു. മേൽപ്പറഞ്ഞ അസംസ്കൃത വസ്തുക്കളെ കൂടാതെ ജലലഭ്യത, ഗതാഗത സൗകര്യങ്ങൾ, കയറ്റുമതി സൗകര്യങ്ങൾ, തൊഴിലാളികളുടെ ലഭ്യത തുടങ്ങിയവയും ഇരുമ്പുരുക്ക് വ്യവസായത്തിന്റെ സ്ഥാനനിർണയത്തിന് പരിഗണിക്കുന്നു. അപ്പോൾ ഇരുമ്പുരുക്ക് വ്യവസായത്തിന്റെ സ്ഥാനനിർണയത്തിന് പരിഗണിക്കുന്നത് അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത, അതായത് ഇരുമ്പുരുക്ക്, കൽക്കരി, മാംഗനീസ്, ചുണ്ണാമ്പുകല്ല്, ഡോളമൈറ്റ് തുടങ്ങിയ അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത, പിന്നെ ജലലഭ്യത, ഗതാഗത സൗകര്യങ്ങൾ, കയറ്റുമതി സൗകര്യങ്ങൾ, തൊഴിലാളികളുടെ ലഭ്യത തുടങ്ങിയവയാണ് ഇരുമ്പുരുക്ക് വ്യവസായത്തിന്റെ സ്ഥാനനിർണയത്തിന് പരിഗണിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായമാണ് ഇരുമ്പുരുക്ക് വ്യവസായം. ഇനി പ്രധാന ഇരുമ്പുരുക്ക് വ്യവസായശാലകളുടെ വിശദമായ പട്ടികയാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അത് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതുഅധിഷ്ഠിത വ്യവസായമാണ് ഇരുമ്പുരുക്ക് വ്യവസായം എന്ന് പറഞ്ഞു. ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ ഏതൊക്കെയെന്ന് നോക്കാം. ഒന്നാമത്തത് ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി, ടിസ്കോ. ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി സ്ഥിതി ചെയ്യുന്ന സ്ഥലം ജാർഖണ്ഡിലെ ജംഷഡ്പൂരിൽ. സവിശേഷത: ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല. ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനിയാണ് ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല. ഒന്നുകൂടി നോക്കാം. ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി സ്ഥിതി ചെയ്യുന്ന സ്ഥലം ജാർഖണ്ഡിലെ ജംഷഡ്പൂർ. സവിശേഷത: ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല. അടുത്തത് ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. സ്ഥിതി ചെയ്യുന്ന സ്ഥലം
പശ്ചിമ ബംഗാളിലെ കുൾട്ടി, ബരൺപൂർ, ഹിരാപൂർ എന്നീ സ്ഥലങ്ങളിൽ. പശ്ചിമ ബംഗാളിലെ കുൾട്ടി, ബരൺപൂർ, ഹിരാപൂർ എന്നീ സ്ഥലങ്ങളിൽ. സവിശേഷത: പൊതുമേഖലയിലെ ആദ്യ ഇരുമ്പുരുക്ക് വ്യവസായശാല. പൊതുമേഖലയിലെ ആദ്യ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. അപ്പോൾ നേരത്തെ പഠിച്ചത് ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി. അപ്പോൾ ഒന്നുകൂടി നോക്കാം. ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി സ്ഥിതി ചെയ്യുന്ന സ്ഥലം പശ്ചിമ ബംഗാളിലെ കുൾട്ടി, ബരൺപൂർ, ഹിരാപൂർ എന്നീ സ്ഥലങ്ങളിൽ. സവിശേഷത: പൊതുമേഖലയിലെ ആദ്യ ഇരുമ്പുരുക്ക് വ്യവസായശാല. അടുത്തത് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ്. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് കർണാടകത്തിലെ ഭദ്രാവതിയിൽ. സവിശേഷത: ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ്. ഒന്നുകൂടി നോക്കാം. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് കർണാടകത്തിലെ ഭദ്രാവതിയിൽ. സവിശേഷത: ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല. ഇനി പറയുന്ന 4 ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡിൻ്റെയാണ്. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ഭിലായ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഛത്തീസ്ഗഡിലെ ദുർഗിൽ. സവിശേഷത: 1959 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ പ്രവർത്തനം ആരംഭിച്ചു. അപ്പോൾ ഭിലായ് പ്രവർത്തനം ആരംഭിച്ചത് 1959 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെയാണ്. ഒന്നുകൂടി നോക്കാം. ഭിലായ് ഛത്തീസ്ഗഡിലെ ദുർഗിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1959 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ പ്രവർത്തനം ആരംഭിച്ചു. അടുത്തത് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കേല സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഒഡീഷയിലെ സുന്ദർഗഡിൽ. സവിശേഷത: 1959 ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ പ്രവർത്തനം ആരംഭിച്ചു. നേരത്തെ പറഞ്ഞ ഭിലായ് 1959 തന്നെയാണ്, പക്ഷേ റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെയാണ് പ്രവർത്തനം ആരംഭിച്ചത് ഭിലായ്. എന്നാൽ റൂർക്കേല 1959 ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെയാണ് പ്രവർത്തനം ആരംഭിച്ചത്. ഒന്നുകൂടി നോക്കാം. റൂർക്കേല സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലെ സുന്ദർഗഡിൽ. 1959 ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ പ്രവർത്തനം ആരംഭിച്ചു. അടുത്തത് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ദുർഗാപൂർ പശ്ചിമ ബംഗാളിലെ ദുർഗാപൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. സവിശേഷത: 1962 യുടെ സാങ്കേതിക സഹായത്തോടെ പ്രവർത്തനം ആരംഭിച്ചു. ദുർഗാപൂര് 1962 യുടെ സാങ്കേതിക സഹായത്തോടെ പ്രവർത്തനം ആരംഭിച്ചു. ഒന്നുകൂടി നോക്കാം. ദുർഗാപൂര് പശ്ചിമ ബംഗാളിലെ ദുർഗാപൂരിൽ സ്ഥിതി ചെയ്യുന്നു. 1962 യുടെ സാങ്കേതിക സഹായത്തോടെ പ്രവർത്തനം ആരംഭിച്ചു. അടുത്തത് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ബൊക്കാറോ ജാർഖണ്ഡിലെ ബൊക്കാറോയിൽ സ്ഥിതി ചെയ്യുന്നു. സവിശേഷത: 1964 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ പ്രവർത്തനം ആരംഭിച്ചു. റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ നേരത്തെ പഠിച്ചത് ഭിലായ് ആയിരുന്നു. അത് 1959 എന്നാൽ ഇത് 1964 റഷ്യയുടെ തന്നെ സാങ്കേതിക സഹായത്തോടെയാണ് ബൊക്കാറോ. ഒന്നുകൂടി പറയാം. ബൊക്കാറോ ജാർഖണ്ഡിലെ ബൊക്കാറോയിൽ 1964 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ പ്രവർത്തനം ആരംഭിച്ചു. അപ്പോൾ ഒന്നുകൂടി നോക്കാം. ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ ഏതൊക്കെയാണ്? ആദ്യത്തേത് ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി സ്ഥിതി ചെയ്യുന്ന സ്ഥലം ജാർഖണ്ഡിലെ ജംഷഡ്പൂർ. സവിശേഷത: ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല. അടുത്തത് ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി സ്ഥിതി ചെയ്യുന്ന സ്ഥലം പശ്ചിമ ബംഗാളിലെ കുൾട്ടി, ബരൺപൂർ, ഹിരാപൂർ എന്നീ സ്ഥലങ്ങളിൽ. സവിശേഷത: പൊതുമേഖലയിലെ ആദ്യ ഇരുമ്പുരുക്ക് വ്യവസായശാല. അടുത്തത് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം കർണാടകത്തിലെ ഭദ്രാവതിയിൽ. സവിശേഷത: ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ഭിലായ് ഛത്തീസ്ഗഡിലെ ദുർഗിൽ സ്ഥിതി ചെയ്യുന്നു. 1959 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ പ്രവർത്തനം ആരംഭിച്ചു. 1959 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ പ്രവർത്തനം ആരംഭിച്ചതാണ് ഭിലായ്. അടുത്തത് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കേല
ഒഡീഷയിലെ സുന്ദർഗഡിൽ സ്ഥിതി ചെയ്യുന്നു. 1959 ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ പ്രവർത്തനം ആരംഭിച്ചു. ദുർഗാപൂർ പശ്ചിമ ബംഗാളിലെ ദുർഗാപൂരിൽ സ്ഥിതി ചെയ്യുന്നു. സവിശേഷത 1962 UK സാങ്കേതിക സഹായത്തോടെ പ്രവർത്തനം ആരംഭിച്ചു. ദുർഗാപൂർ 1962 UK സാങ്കേതിക സഹായത്തോടെ പ്രവർത്തനം ആരംഭിച്ചു. അടുത്തത് ബൊക്കാറോ. ബൊക്കാറോ സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിലെ ബൊക്കാറോയിൽ. സവിശേഷത 1964 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ പ്രവർത്തനം ആരംഭിച്ചു. ബൊക്കാറോ 1964 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ പ്രവർത്തനം ആരംഭിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ. ഇരുമ്പുരുക്ക് വ്യവസായശാലകൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളാണ് ഇരുമ്പയിര്, കൽക്കരി, മാംഗനീസ്, ചുണ്ണാമ്പുകല്ല്, ഡോളമൈറ്റ് എന്നിവ. മാംഗനീസ് ഇരുമ്പുരുക്ക് വ്യവസായത്തിൽ ഉപയോഗിക്കുന്ന പ്രധാന ലോഹധാതുവാണ് മാംഗനീസ്. ഇരുമ്പയിരു നിക്ഷേപങ്ങൾക്കു സമീപമായി പൊതുവെ മാംഗനീസ് നിക്ഷേപങ്ങളും കണ്ടുവരുന്നു. ഒഡീഷയാണ് ഉൽപാദനത്തിൽ ഏറ്റവും മുന്നിൽ. കർണാടകം, മഹാരാഷ്ട്ര, മധ്യപ്രദേശ് എന്നിവയാണ് മറ്റ് പ്രധാന ഉൽപാദക സംസ്ഥാനങ്ങൾ. ഇരുമ്പുമായി കൂട്ടിക്കലർത്തി സങ്കരലോഹങ്ങൾ നിർമ്മിക്കുന്നതിന് മാംഗനീസ് ഉപയോഗിക്കുന്നു. അപ്പോൾ മാംഗനീസ് ഇരുമ്പുരുക്ക് വ്യവസായത്തിൽ ഉപയോഗിക്കുന്ന പ്രധാന ലോഹധാതുവാണ് മാംഗനീസ്. ഇരുമ്പുരുക്ക് വ്യവസായത്തിൽ ഉപയോഗിക്കുന്ന പ്രധാന ലോഹധാതു. ഇരുമ്പയിരു നിക്ഷേപങ്ങൾക്കു സമീപമായി പൊതുവെ മാംഗനീസ് നിക്ഷേപങ്ങളും കണ്ടുവരുന്നു. ഒഡീഷയാണ് ഉൽപാദനത്തിൽ ഏറ്റവും മുന്നിൽ. അപ്പോൾ മാംഗനീസ് ഉൽപാദനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഒഡീഷ. മാംഗനീസ് ഉൽപാദനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഒഡീഷ. മാംഗനീസ് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ പ്രധാന സംസ്ഥാനങ്ങളാണ് ഒഡീഷ, കർണാടക, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്. മാംഗനീസ് ഉൽപ്പാദനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഒഡീഷ. മാംഗനീസ് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ സംസ്ഥാനങ്ങളാണ് ഒഡീഷ, കർണാടക, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്. ഇരുമ്പുമായി കൂട്ടിക്കലർത്തി ലോഹസങ്കരങ്ങൾ നിർമ്മിക്കുന്നതിന് മാംഗനീസ് ഉപയോഗിക്കുന്നു. ഇന്ത്യയിലെ മറ്റു ചില ധാതുക്കളെ സംബന്ധിച്ച വിവരങ്ങൾ പട്ടിക നിരീക്ഷിച്ച് മനസ്സിലാക്കൂ. ധാതുക്കൾ: സ്വർണം. സ്വർണത്തിന്റെ ഉപയോഗം ആഭരണ നിർമ്മാണം. പ്രധാന ഉൽപാദക സംസ്ഥാനം കർണാടക. അപ്പോൾ സ്വർണം, ഉപയോഗം ആഭരണ നിർമ്മാണം, പ്രധാന ഉൽപാദക സംസ്ഥാനം കർണാടക. അടുത്തത് വെള്ളി. വെള്ളിയുടെ ഉപയോഗം ആഭരണ നിർമ്മാണം, ഇലക്ട്രോപ്ലേറ്റിംഗ്, ഫോട്ടോഗ്രഫി. വെള്ളിയുടെ ഉപയോഗങ്ങൾ ആഭരണ നിർമ്മാണം, ഇലക്ട്രോപ്ലേറ്റിംഗ്, ഫോട്ടോഗ്രഫി. പ്രധാന ഉൽപാദക സംസ്ഥാനങ്ങൾ കർണാടകം, രാജസ്ഥാൻ, ജാർഖണ്ഡ്. കർണാടകം, രാജസ്ഥാൻ, ജാർഖണ്ഡ്. അപ്പോൾ വെള്ളിയുടെ ഉപയോഗങ്ങൾ ആഭരണ നിർമ്മാണം, ഇലക്ട്രോപ്ലേറ്റിംഗ്, ഫോട്ടോഗ്രഫി. പ്രധാന ഉൽപാദക സംസ്ഥാനങ്ങൾ കർണാടകം, രാജസ്ഥാൻ, ജാർഖണ്ഡ്. അടുത്തത് ചെമ്പ്. ചെമ്പിന്റെ ഉപയോഗം വൈദ്യുതോപകരണ വ്യവസായങ്ങളിൽ ചാലകമായി ഉപയോഗിക്കുന്നു. പ്രധാന ഉൽപാദക സംസ്ഥാനങ്ങൾ രാജസ്ഥാൻ, ജാർഖണ്ഡ്, മധ്യപ്രദേശ്. രാജസ്ഥാൻ, ജാർഖണ്ഡ്, മധ്യപ്രദേശ്. ചെമ്പിന്റെ ഉപയോഗം വൈദ്യുതോപകരണ വ്യവസായങ്ങളിൽ ചാലകമായി ഉപയോഗിക്കുന്നു. പ്രധാന ഉൽപാദക സംസ്ഥാനങ്ങൾ രാജസ്ഥാൻ, ജാർഖണ്ഡ്, മധ്യപ്രദേശ്. അടുത്ത ധാതു ബോക്സൈറ്റ്. ബോക്സൈറ്റിന്റെ ഉപയോഗം അലൂമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റ്. വിമാനം, വൈദ്യുത ഉപകരണങ്ങൾ, ഗാർഹിക ഉപകരണങ്ങൾ എന്നിവയ്ക്കായി ഉപയോഗിക്കുന്നു. അലൂമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റ്. വിമാനം, വൈദ്യുതോപകരണങ്ങൾ, ഗാർഹിക ഉപകരണങ്ങൾ എന്നിവയ്ക്കായി ഉപയോഗിക്കുന്നു. പ്രധാന ഉൽപാദക സംസ്ഥാനങ്ങളാണ് ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ഒഡീഷ. ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ഒഡീഷ. ബോക്സൈറ്റ്, അലൂമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റ്. വിമാനം, വൈദ്യുതോപകരണങ്ങൾ, ഗാർഹിക ഉപകരണങ്ങൾ എന്നിവയ്ക്കായി ഉപയോഗിക്കുന്നു. ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ഒഡീഷ എന്നിവയാണ് പ്രധാന ഉൽപാദക സംസ്ഥാനങ്ങൾ. അടുത്തത് അഭ്രം. വൈദ്യുതോപകരണ വ്യവസായങ്ങളിൽ ഇൻസുലേറ്ററായി ഉപയോഗിക്കുന്നു. പ്രധാന ഉൽപാദക സംസ്ഥാനങ്ങളാണ് ആന്ധ്രാപ്രദേശ്, രാജസ്ഥാൻ, ജാർഖണ്ഡ്, ബീഹാർ. അഭ്രം വൈദ്യുതോപകരണ വ്യവസായത്തിൽ ഇൻസുലേറ്ററായി ഉപയോഗിക്കുന്നു. പ്രധാന ഉൽപാദക സംസ്ഥാനങ്ങളാണ് ആന്ധ്രാപ്രദേശ്, രാജസ്ഥാൻ, ജാർഖണ്ഡ്, ബീഹാർ. ആന്ധ്രാപ്രദേശ്, രാജസ്ഥാൻ, ജാർഖണ്ഡ്, ബീഹാർ. അപ്പോൾ ഇന്ത്യയിലെ മറ്റു ചില ധാതുക്കളെ ഒന്നുകൂടി നോക്കാം. സ്വർണം ആഭരണ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. പ്രധാന ഉൽപാദക സംസ്ഥാനം കർണാടക. വെള്ളി ആഭരണ നിർമ്മാണം, ഇലക്ട്രോപ്ലേറ്റിംഗ്, ഫോട്ടോഗ്രഫി എന്നിവയാണ് ഉപയോഗം. പ്രധാന ഉൽപാദക സംസ്ഥാനങ്ങൾ കർണാടക, രാജസ്ഥാൻ, ജാർഖണ്ഡ്.
അടുത്തത് ചെമ്പ്. വൈദ്യുതോപകരണ വ്യവസായങ്ങളിൽ ചാലകമായി ഉപയോഗിക്കുന്നു. പ്രധാന ഉൽപാദക സംസ്ഥാനങ്ങളാണ് ജാർഖണ്ഡ്, രാജസ്ഥാൻ, മധ്യപ്രദേശ്. ബോക്സൈറ്റ്. അലുമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റ്. വിമാനം, വൈദ്യുതോപകരണങ്ങൾ, ഗാർഹിക ഉപകരണങ്ങൾ എന്നിവയ്ക്കായി ഉപയോഗിക്കുന്നു. ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ഒഡീഷ എന്നിവയാണ് പ്രധാന ഉൽപാദക സംസ്ഥാനങ്ങൾ. അടുത്തത് അഭ്രം അഥവാ മൈക്ക. വൈദ്യുതോപകരണ വ്യവസായങ്ങളിൽ ഇൻസുലേറ്ററായി ഉപയോഗിക്കുന്നു. പ്രധാന ഉൽപാദക സംസ്ഥാനങ്ങൾ ആന്ധ്രാപ്രദേശ്, രാജസ്ഥാൻ, ജാർഖണ്ഡ്, ബീഹാർ. ആന്ധ്രാപ്രദേശ്, രാജസ്ഥാൻ, ജാർഖണ്ഡ്, ബീഹാർ. ധാതു ഇന്ധനങ്ങൾ. കൃഷി, വ്യവസായം, ഗതാഗതം തുടങ്ങി വിവിധ മേഖലകളിലെ ഊർജാവശ്യങ്ങൾക്ക് നാം ആശ്രയിക്കുന്നത് ധാതു വിഭവങ്ങളെയാണ്. കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകങ്ങൾ എന്നിവയാണ് പ്രധാന ഊർജ വിഭവങ്ങൾ. ഇവയെ ഫോസിൽ ഇന്ധനങ്ങൾ എന്നും വിളിക്കുന്നു. കൃഷി, വ്യവസായം, ഗതാഗതം തുടങ്ങി വിവിധ മേഖലകളിലെ ഊർജാവശ്യങ്ങൾക്ക് നാം ആശ്രയിക്കുന്നത് ധാതു വിഭവങ്ങളെയാണ്. കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകങ്ങൾ എന്നിവയാണ് പ്രധാന ഊർജ വിഭവങ്ങൾ. ഇവയെ ഫോസിൽ ഇന്ധനങ്ങൾ എന്നും വിളിക്കുന്നു. അപ്പോൾ കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകങ്ങൾ എന്നിവയെ ഫോസിൽ ഇന്ധനങ്ങൾ എന്നും വിളിക്കുന്നു. ഇവയുടെ വിശദാംശങ്ങളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. കൽക്കരി. ഇന്ത്യയിലെ മുഖ്യ താപോർജ സ്രോതസ്സാണ് കൽക്കരി. ഇന്ത്യയിലെ മുഖ്യ താപോർജ സ്രോതസ്സാണ് കൽക്കരി. പ്രധാന വ്യാവസായിക ഇന്ധനമാണ് കൽക്കരി. പ്രധാന വ്യാവസായിക ഇന്ധനമാണ് കൽക്കരി. ബിറ്റുമിനസ് വിഭാഗത്തിൽപ്പെട്ട ഇടത്തരം നിലവാരത്തിലുള്ള കൽക്കരിയാണ് ഇന്ത്യയിൽ കൂടുതലായും കാണപ്പെടുന്നത്. ബിറ്റുമിനസ് വിഭാഗത്തിൽപ്പെട്ട ഇടത്തരം നിലവാരത്തിലുള്ള കൽക്കരിയാണ് ഇന്ത്യയിൽ കൂടുതലായും കാണപ്പെടുന്നത്. പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ്, ഒഡീഷ, ഛത്തീസ്ഗഡ് എന്നിവയാണ് പ്രധാന ഉൽപാദക സംസ്ഥാനങ്ങൾ. കൽക്കരി ഉൽപാദക സംസ്ഥാനങ്ങളാണ് പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ്, ഒഡീഷ, ഛത്തീസ്ഗഡ് എന്നിവ. ജാർഖണ്ഡിലെ ജാറിയയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം. ജാർഖണ്ഡിലെ ജാറിയയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം. തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ ലിഗ്നൈറ്റ് എന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി കാണപ്പെടുന്നു. അപ്പോൾ ഒന്നുകൂടി നോക്കാം. കൽക്കരി ഇന്ത്യയിലെ മുഖ്യ താപോർജ സ്രോതസ്സാണ്. പ്രധാന വ്യാവസായിക ഇന്ധനം കൂടിയാണ് കൽക്കരി. ബിറ്റുമിനസ് വിഭാഗത്തിൽപ്പെട്ട ഇടത്തരം നിലവാരത്തിലുള്ള കൽക്കരിയാണ് ഇന്ത്യയിൽ കൂടുതലായും കാണപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യയിൽ കൂടുതലായും കാണപ്പെടുന്ന കൽക്കരിയാണ് ബിറ്റുമിനസ് വിഭാഗത്തിൽപ്പെട്ടത്. ബിറ്റുമിനസ് വിഭാഗത്തിൽപ്പെട്ട ഇടത്തരം നിലവാരമുള്ള കൽക്കരിയാണ് ഇന്ത്യയിൽ കൂടുതലായും കാണപ്പെടുന്നത്. എന്നാൽ തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ ലിഗ്നൈറ്റ് എന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി കാണപ്പെടുന്നു. ബിറ്റുമിനസ് വിഭാഗത്തിൽപ്പെട്ട ഇടത്തരം നിലവാരത്തിലുള്ള കൽക്കരിയാണ് ഇന്ത്യയിൽ കൂടുതൽ കാണപ്പെടുന്നത്. തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ ലിഗ്നൈറ്റ് എന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി കാണപ്പെടുന്നു. ജാർഖണ്ഡിലെ ജാറിയയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം. ജാർഖണ്ഡിലെ ജാറിയയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം. പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ്, ഒഡീഷ, ഛത്തീസ്ഗഡ് എന്നിവയാണ് പ്രധാന കൽക്കരി ഉൽപാദക സംസ്ഥാനങ്ങൾ. പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ്, ഒഡീഷ, ഛത്തീസ്ഗഡ് എന്നിവയാണ് പ്രധാന കൽക്കരി ഉൽപാദക സംസ്ഥാനങ്ങൾ. അപ്പോൾ ബിറ്റുമിനസ് വിഭാഗത്തിൽപ്പെട്ട ഇടത്തരം കൽക്കരിയാണ് ഇന്ത്യയിൽ കൂടുതലായും കാണപ്പെടുന്നത്. തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ ലിഗ്നൈറ്റ് എന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി കാണപ്പെടുന്നു. പിന്നെ ജാർഖണ്ഡിലെ ജാറിയയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം. പെട്രോളിയവും പ്രകൃതിവാതകവും. റോഡ്, റെയിൽ, വ്യോമ ഗതാഗത മേഖലകൾക്ക് മുഖ്യ ഊർജ്ജ സ്രോതസ്സാണ് പെട്രോളിയം. പെട്രോൾ, ഡീസൽ തുടങ്ങിയ ഇന്ധനങ്ങൾ കൂടാതെ രാസവളങ്ങൾ, കൃത്രിമ റബ്ബർ, കൃത്രിമ നാരുകൾ, വാസലിൻ തുടങ്ങി വിവിധ തരം ഉൽപ്പന്നങ്ങൾ പെട്രോളിയത്തിൽ നിന്നും വേർതിരിച്ചെടുക്കുന്നു. അസമിലെ ഡിഗ്ബോയിലാണ് ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത്. അസം, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നിവയാണ് ഇന്ത്യയിലെ പെട്രോളിയം ഉൽപാദക സംസ്ഥാനങ്ങൾ. മഹാരാഷ്ട്രയിലെ മുംബൈ ഹൈയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം. പെട്രോളിയം ഖനനത്തോടൊപ്പം ലഭിക്കുന്ന ഇന്ധനമാണ് പ്രകൃതിവാതകം. ചിലയിടങ്ങളിൽ പ്രകൃതിവാതക നിക്ഷേപങ്ങൾ മാത്രമായും കാണപ്പെടുന്നുണ്ട്, പ്രത്യേകിച്ച് തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് തീരങ്ങളിൽ. അപ്പോൾ റോഡ്, റെയിൽ, വ്യോമ ഗതാഗത മേഖലകൾക്ക് മുഖ്യ ഊർജ്ജ സ്രോതസ് പെട്രോളിയമാണ്. പെട്രോൾ, ഡീസൽ തുടങ്ങിയ ഇന്ധനങ്ങൾ കൂടാതെ രാസവളങ്ങൾ, കൃത്രിമ റബ്ബർ, കൃത്രിമ നാരുകൾ, വാസലിൻ തുടങ്ങിയ വിവിധതരം ഉൽപ്പന്നങ്ങൾ പെട്രോളിയത്തിൽ നിന്നും വേർതിരിച്ചെടുക്കുന്നു. അപ്പോൾ പെട്രോൾ, ഡീസൽ തുടങ്ങിയ ഇന്ധനങ്ങൾ കൂടാതെ രാസവളങ്ങൾ, കൃത്രിമ റബ്ബർ, കൃത്രിമ നാരുകൾ, വാസലിൻ തുടങ്ങി വിവിധതരം ഉൽപ്പന്നങ്ങൾ പെട്രോളിയത്തിൽ നിന്നും വേർതിരിച്ചെടുക്കുന്നു. അസമിലെ ഡിഗ്ബോയിലാണ് ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത്.
അസമിലെ ഡിഗ്ബോയിലാണ് ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത്. അസം, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നിവയാണ് ഇന്ത്യയിലെ പെട്രോളിയം ഉൽപാദക സംസ്ഥാനങ്ങൾ. അസം, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നിവയാണ് ഇന്ത്യയിലെ പെട്രോളിയം ഉൽപാദക സംസ്ഥാനങ്ങൾ. മഹാരാഷ്ട്രയിലെ മുംബൈ ഹൈയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം. മഹാരാഷ്ട്രയിലെ മുംബൈ ഹൈയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം. അസമിലെ ഡിഗ്ബോയിലാണ് ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത്. എന്നാൽ മഹാരാഷ്ട്രയിലെ മുംബൈ ഹൈയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം. പെട്രോളിയം ഖനനത്തോടൊപ്പം ലഭിക്കുന്ന ഇന്ധനമാണ് പ്രകൃതിവാതകം. പെട്രോളിയം ഖനനത്തോടൊപ്പം ലഭിക്കുന്ന ഇന്ധനമാണ് പ്രകൃതിവാതകം. ചിലയിടങ്ങളിൽ പ്രകൃതിവാതക നിക്ഷേപങ്ങൾ മാത്രമായും കാണപ്പെടുന്നുണ്ട്, പ്രത്യേകിച്ച് തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് തീരങ്ങളിൽ പ്രകൃതിവാതക നിക്ഷേപങ്ങൾ മാത്രമായും കാണപ്പെടുന്നു. അപ്പോൾ മഹാരാഷ്ട്രയിലെ മുംബൈ ഹൈയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം. നേരത്തെ പഠിച്ച ജാർഖണ്ഡിലെ ജാറിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം. ജാർഖണ്ഡിലെ. എന്നാൽ മഹാരാഷ്ട്രയിലെ മുംബൈ ഹൈയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം. ജാറിയ ഏറ്റവും വലിയ കൽക്കരിപ്പാടവും മുംബൈ ഹൈ ഏറ്റവും വലിയ എണ്ണപ്പാടവും. അടുത്തത് ആണവധാതുക്കൾ. യുറേനിയം, തോറിയം എന്നിവയാണ് പ്രധാന ആണവധാതുക്കൾ. ജാർഖണ്ഡ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലായി സമ്പന്നമായ യുറേനിയം നിക്ഷേപങ്ങളുണ്ട്. അപ്പോൾ യുറേനിയം, തോറിയം എന്നിവയാണ് പ്രധാന ആണവധാതുക്കൾ. ഏതൊക്കെയെന്ന് ചോദിച്ചാൽ യുറേനിയം, തോറിയം എന്നിവ. ജാർഖണ്ഡ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലായി സമ്പന്നമായ യുറേനിയം നിക്ഷേപങ്ങളുണ്ട്. അപ്പോൾ യുറേനിയം നിക്ഷേപങ്ങൾ ഉള്ളത് ജാർഖണ്ഡ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലാണ്. സംസ്ഥാനങ്ങളിലാണ് യുറേനിയം നിക്ഷേപം കൂടുതലുള്ളത്. കേരളം, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ തീരമണലിൽ കാണുന്ന മോണസൈറ്റ്, ഇൽമനൈറ്റ് എന്നീ ധാതുക്കളിൽ നിന്നും തോറിയം ഉൽപ്പാദിപ്പിക്കുന്നു. കേരളം, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ തീരമണലിൽ നിന്നും മോണസൈറ്റ്, ഇൽമനൈറ്റ് എന്നീ ധാതുക്കളിൽ നിന്നും തോറിയം ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ മോണസൈറ്റ്, ഇൽമനൈറ്റ് എന്നീ ധാതുക്കളിൽ നിന്നാണ് തോറിയം ഉൽപ്പാദിപ്പിക്കുന്നത്. യുറേനിയം, തോറിയം എന്നിവയാണ് പ്രധാന ആണവധാതുക്കൾ. ജാർഖണ്ഡ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലായി സമ്പന്നമായ യുറേനിയം നിക്ഷേപങ്ങളുണ്ട്. കേരളം, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ തീരമണലിൽ കാണുന്ന മോണസൈറ്റ്, ഇൽമനൈറ്റ് എന്നീ ധാതുക്കളിൽ നിന്നും തോറിയം ഉൽപ്പാദിപ്പിക്കുന്നു. ഇനി ഇന്ത്യയിലെ പ്രധാന ആണവോർജ നിലയങ്ങളാണ് ചുവടെ കൊടുത്തിട്ടുള്ളത്. അത് നോക്കാം. പ്രധാന ആണവോർജ നിലയങ്ങൾ: താരാപൂർ, മഹാരാഷ്ട്ര; റാവത്പട്ട, രാജസ്ഥാൻ; കൽപ്പാക്കം, കൂടംകുളം, തമിഴ്നാട്; കൈഗ, കർണാടക; കക്രപ്പാറ, ഗുജറാത്ത്; നറോറ, ഉത്തർപ്രദേശ്. ഇന്ത്യയിലെ പ്രധാന ആണവോർജ നിലയങ്ങളാണ് താരാപൂർ, മഹാരാഷ്ട്ര; റാവത്പട്ട, രാജസ്ഥാൻ; കൽപ്പാക്കം, കൂടംകുളം എന്നിവ തമിഴ്നാട്; കൈഗ, കർണാടകം; കക്രപ്പാറ, ഗുജറാത്ത്; നറോറ, ഉത്തർപ്രദേശ്. പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ: കൽക്കരി, പെട്രോളിയം തുടങ്ങിയ ധാതുവിഭവങ്ങളാണ് നാം ഏറെക്കാലമായി ഊർജ ആവശ്യങ്ങൾക്കായി പ്രയോജനപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ഊർജ സ്രോതസ്സുകളെ പാരമ്പര്യ ഊർജ സ്രോതസ്സുകൾ എന്ന് വിളിക്കുന്നു. എന്നാൽ ഇത്തരം ധാതുക്കൾ പുനഃസ്ഥാപിക്കപ്പെടാത്തവയായതിനാൽ ഭൂമിയിൽ ഈ വിഭവങ്ങൾ ശുഷ്കമായിക്കൊണ്ടിരിക്കുകയാണ്. കൂടാതെ ഇത്തരം ഇന്ധനങ്ങൾ കത്തുന്നത് വൻതോതിൽ പരിസ്ഥിതി മലിനീകരണവും സൃഷ്ടിക്കുന്നു. അപ്പോൾ കൽക്കരി, പെട്രോളിയം തുടങ്ങിയ ധാതുവിഭവങ്ങളാണ് പാരമ്പര്യ ഊർജ സ്രോതസ്സുകൾ. ഇത്തരം ധാതുക്കൾ പുനഃസ്ഥാപിക്കാൻ കഴിയാത്തവയാണ്. കൽക്കരി, പെട്രോളിയം തുടങ്ങിയവ പുനഃസ്ഥാപിക്കാൻ കഴിയാത്തവയാണ്. ഈ വിഭവങ്ങൾ ഭൂമിയിൽ ശുഷ്കമായിക്കൊണ്ടിരിക്കുകയാണ്, തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം ഇന്ധനങ്ങൾ കത്തിക്കുന്നത് വൻതോതിൽ പരിസ്ഥിതി മലിനീകരണവും സൃഷ്ടിക്കുന്നു. ഇതിന് ബദലായി നാം ഇന്ന് പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ വ്യാപകമായി ഉപയോഗപ്പെടുത്താൻ തുടങ്ങി. പാരമ്പര്യ ഊർജ സ്രോതസ്സുകൾക്ക് പകരമായി പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ ഉപയോഗപ്പെടുത്താൻ തുടങ്ങി. സൗരോർജം, കാറ്റിൽ നിന്നുള്ള ഊർജം, തിരമാലയിൽ നിന്നുള്ള ഊർജം, വേലിയോർജം, ജൈവവാതകം എന്നിവയാണ് ഇന്ത്യയിലെ പ്രധാന പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ. പുനഃസ്ഥാപന ശേഷിയുള്ളതും ചെലവ് കുറഞ്ഞതും പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാവാത്തതുമായ ഈ സ്രോതസ്സുകൾക്ക് ഇന്ത്യയിൽ ഏറെ പ്രാമുഖ്യം നൽകി വരുന്നു. അപ്പോൾ സൗരോർജം, കാറ്റിൽ നിന്നുള്ള ഊർജം, തിരമാലയിൽ നിന്നുള്ള ഊർജം, വേലിയോർജം, ജൈവവാതകം എന്നിവയാണ് ഇന്ത്യയിലെ പ്രധാന പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ. പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതും അതുപോലെ ചെലവ് കുറഞ്ഞതും പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തതുമാണ് പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ. ഗതാഗതം. ചിത്രങ്ങൾ ശ്രദ്ധിക്കൂ. വൈവിധ്യമാർന്ന ഈ ഗതാഗത മാർഗങ്ങൾ രാജ്യ പുരോഗതിയെ എപ്രകാരമാണ് സ്വാധീനിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം.
ഉൽപാദക മേഖലകൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ഉറപ്പാക്കുന്നതിനും ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കളിലേക്ക് ആവശ്യാനുസരണം എത്തിക്കുന്നതിനും കാര്യക്ഷമമായ ഗതാഗത വ്യവസ്ഥ അനിവാര്യമാണ്. ഓരോ പ്രദേശത്തിന്റെയും ഭൗതിക സാഹചര്യങ്ങൾക്ക് ഇണങ്ങും വിധമാണ് ഗതാഗത മാർഗങ്ങൾ കണ്ടെത്തുന്നത്. റോഡ് ഗതാഗതം. രാജ്യത്ത് അങ്ങോളമിങ്ങോളം വ്യാപിച്ചു കിടക്കുന്ന ഗ്രാമങ്ങളെയും നഗരങ്ങളെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാന മാർഗം റോഡ് ഗതാഗതമാണ്. രാജ്യത്ത് അങ്ങോളമിങ്ങോളം വ്യാപിച്ചു കിടക്കുന്ന ഗ്രാമങ്ങളെയും നഗരങ്ങളെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാന മാർഗം റോഡ് ഗതാഗതമാണ്. നിർമ്മാണ നിർവഹണ സംവിധാനങ്ങളെ അടിസ്ഥാനമാക്കി ഇന്ത്യയിലെ റോഡുകളെ വർഗീകരിച്ചിരിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. നിർമ്മാണ നിർവഹണ സംവിധാനങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇന്ത്യയിലെ റോഡുകളെ വർഗീകരിച്ചിരിക്കുന്നത്. അപ്പോൾ റോഡുകൾ 4 ആയിട്ടാണ് വർഗീകരിച്ചിരിക്കുന്നത്. ദേശീയ പാതകൾ, സംസ്ഥാന ഹൈവേകൾ, ജില്ലാ റോഡുകൾ, ഗ്രാമീണ റോഡുകൾ. ഇനി അവ ഓരോന്നിനെക്കുറിച്ചും നോക്കാം. ദേശീയ പാതകൾ രാജ്യത്തെ വിവിധ സംസ്ഥാന തലസ്ഥാനങ്ങൾ, പ്രധാന നഗരങ്ങൾ, തുറമുഖങ്ങൾ തുടങ്ങിയ കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡുകളാണ് ദേശീയ പാതകൾ. ഈ റോഡുകളുടെ നിർമ്മാണ നിർവഹണ ചുമതല കേന്ദ്ര സർക്കാരിനാണ്. ദേശീയ പാതകൾ രാജ്യത്തെ വിവിധ സംസ്ഥാന തലസ്ഥാനങ്ങൾ, പ്രധാന നഗരങ്ങൾ, തുറമുഖങ്ങൾ തുടങ്ങിയ കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡുകളാണ് ദേശീയ പാതകൾ. ഈ റോഡുകളുടെ നിർമ്മാണ നിർവഹണ ചുമതല കേന്ദ്ര സർക്കാരിനാണ്. അടുത്തത് സംസ്ഥാന ഹൈവേകൾ. സംസ്ഥാന തലസ്ഥാനങ്ങളെ ജില്ലാ ആസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡുകളാണ് സംസ്ഥാന ഹൈവേകൾ. ഈ റോഡുകളുടെ നിർമ്മാണ നിർവഹണ ചുമതല സംസ്ഥാന സർക്കാരിനാണ്. സംസ്ഥാന ഹൈവേകൾ സംസ്ഥാന തലസ്ഥാനങ്ങളെ ജില്ലാ ആസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡുകളാണ് സംസ്ഥാന ഹൈവേകൾ. ഈ റോഡുകളുടെ നിർമ്മാണ നിർവഹണ ചുമതല സംസ്ഥാന സർക്കാരുകൾക്കാണ്. അടുത്തത് ജില്ലാ റോഡുകൾ. ജില്ലാ ആസ്ഥാനങ്ങളെ ജില്ലയിലെ പ്രധാന കേന്ദ്രങ്ങളുമായി ബന്ധിപ്പിക്കുന്ന റോഡുകളാണ് ജില്ലാ റോഡുകൾ. ഈ റോഡുകൾ നിർമ്മിക്കുന്നതും പരിപാലിക്കുന്നതും ജില്ലാ പഞ്ചായത്തുകളാണ്. ജില്ലാ ആസ്ഥാനങ്ങളെ ജില്ലയിലെ പ്രധാന കേന്ദ്രങ്ങളുമായി ബന്ധിപ്പിക്കുന്ന റോഡുകളാണ് ജില്ലാ റോഡുകൾ. ഈ റോഡുകൾ നിർമ്മിക്കുന്നതും പരിപാലിക്കുന്നതും ജില്ലാ പഞ്ചായത്തുകളാണ്. ഗ്രാമീണ റോഡുകൾ ഗ്രാമങ്ങളിലെ ആഭ്യന്തര സഞ്ചാരം ഉറപ്പാക്കുന്ന റോഡുകളാണ് ഗ്രാമീണ റോഡുകൾ. ഇന്ത്യയിൽ ആകെ റോഡ് ദൈർഘ്യത്തിന്റെ 80% ഗ്രാമീണ റോഡുകളാണ്. ഇതിന്റെ നിർമ്മാണവും പരിപാലനവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് നിർവഹിക്കുന്നത്. ഗ്രാമീണ റോഡുകൾ ഗ്രാമങ്ങളിലെ ആഭ്യന്തര സഞ്ചാരം ഉറപ്പാക്കുന്ന റോഡുകളാണ് ഗ്രാമീണ റോഡുകൾ. ഇന്ത്യയിലെ ആകെ റോഡ് ദൈർഘ്യത്തിന്റെ 80% ഗ്രാമീണ റോഡുകളാണ്. ഗ്രാമീണ റോഡുകളാണ്. ഇതിന്റെ നിർമ്മാണവും പരിപാലനവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് നിർവഹിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെ റോഡുകളെ നിർമ്മാണ നിർവഹണ ചുമതലയുടെ അടിസ്ഥാനത്തിൽ 4 ആയിട്ട് തിരിക്കുന്നു. അവയാണ് ദേശീയപാതകൾ, സംസ്ഥാന ഹൈവേകൾ, ജില്ലാ റോഡുകൾ, ഗ്രാമീണ റോഡുകൾ എന്നിവ. ഇന്ത്യയിലെ മെഗാ നഗരങ്ങളായ ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത എന്നിവിടങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന 6 വരി പാതകളായ സൂപ്പർ ഹൈവേകളെ ചേർത്ത് സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ എന്നാണ് പേര് നൽകിയിട്ടുള്ളത്. നാഷണൽ ഹൈവേ അതോറിറ്റിക്കാണ് ഈ റോഡുകളുടെ ചുമതല. ഇന്ത്യയിലെ മെഗാ നഗരങ്ങളായ ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത എന്നിവിടങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന 6 വരി പാതയായ സൂപ്പർ ഹൈവേകളെ ചേർത്ത് സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ എന്നാണ് പേര് നൽകിയിട്ടുള്ളത്. നാഷണൽ ഹൈവേ അതോറിറ്റിക്കാണ് ഈ റോഡുകളുടെ ചുമതല. ഇന്ത്യയിൽ എല്ലായിടത്തും റോഡ് സാന്ദ്രത ഒരുപോലല്ല. പ്രദേശത്തിന്റെ ഭൂപ്രകൃതിയും സാമ്പത്തിക വികസനവുമാണ് മുഖ്യമായും റോഡ് ശൃംഖലകളുടെ വികസനത്തോത് നിർണ്ണയിക്കുന്നത്. റെയിൽ ഗതാഗതം. ഏഷ്യയിലെ ഏറ്റവും വലിയ റെയിൽവേ ശൃംഖല ഇന്ത്യയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സംരംഭം കൂടിയാണ് ഇന്ത്യൻ റെയിൽവേ. സഞ്ചാരത്തിനും ചരക്കു ഗതാഗതത്തിനും ഒരുപോലെ പ്രധാനമാണ് റെയിൽ ഗതാഗതം. ഇന്ത്യയുടെ വ്യാവസായിക വളർച്ചയിൽ നിർണായക സ്ഥാനമാണ് റെയിൽവേക്കുള്ളത്. അപ്പോൾ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ റെയിൽവേ ശൃംഖല ഇന്ത്യയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സംരംഭം ഇന്ത്യൻ റെയിൽവേയാണ്.
സഞ്ചാരത്തിനും ചരക്കു ഗതാഗതത്തിനും ഒരുപോലെ പ്രധാനമാണ് റെയിൽ ഗതാഗതം. 1853 ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ചത്. അപ്പോൾ ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിക്കുന്നത് 1853. 1853 ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ചത്. മഹാരാഷ്ട്രയിലെ മുംബൈ മുതൽ താനെ വരെ നീളുന്ന 34 കിലോമീറ്റർ ദൂരത്തിലായിരുന്നു തുടക്കം. മഹാരാഷ്ട്രയിലെ മുംബൈ മുതൽ താനെ വരെ നീളുന്ന 34 കിലോമീറ്റർ ദൂരത്തിലായിരുന്നു തുടക്കം. ഭരണനിർവഹണത്തിനായി ഇന്ത്യൻ റെയിൽവേകളെ 16 മേഖലകളാക്കി തിരിച്ചിരിക്കുന്നു. അപ്പോൾ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ റെയിൽവേ ശൃംഖല ഇന്ത്യയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സംരംഭം കൂടിയാണ് ഇന്ത്യൻ റെയിൽവേ. 1853 ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ചത്. 1853 ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ചത്. മഹാരാഷ്ട്രയിലെ മുംബൈ മുതൽ താനെ വരെ നീളുന്ന 34 കിലോമീറ്റർ ദൂരത്തിലായിരുന്നു തുടക്കം. ഭരണനിർവഹണത്തിനായി ഇന്ത്യൻ റെയിൽവേയെ 16 മേഖലകളാക്കി തിരിച്ചിരിക്കുന്നു. അപ്പോൾ 1853 ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിക്കുന്നത്. മഹാരാഷ്ട്രയിലെ മുംബൈ മുതൽ താനെ വരെ നീളുന്ന 34 കിലോമീറ്റർ ദൂരത്തിലായിരുന്നു തുടക്കം. പാളങ്ങൾ തമ്മിലുള്ള അകലത്തിന്റെ അടിസ്ഥാനത്തിൽ റെയിൽവേയുടെ വർഗീകരണം എങ്ങനെയെന്ന് പട്ടിക നിരീക്ഷിച്ച് മനസ്സിലാക്കൂ. അപ്പോൾ പാളങ്ങൾ തമ്മിലുള്ള അകലത്തിന്റെ അടിസ്ഥാനത്തിലാണ് റെയിൽവേയുടെ വർഗീകരണം ഉള്ളത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. റെയിൽ ഗേജുകൾ 3 ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. പാളങ്ങൾ തമ്മിലുള്ള അകലത്തിന്റെ അടിസ്ഥാനത്തിൽ 3 ആയിട്ട് വർഗീകരിച്ചിട്ടുണ്ട്. ബ്രോഡ് ഗേജ്, മീറ്റർ ഗേജ്, നാരോ ഗേജ്. അപ്പോൾ അവ ഓരോന്നിനെ കുറിച്ച് നോക്കാം. ബ്രോഡ് ഗേജ് പാളങ്ങൾ തമ്മിലുള്ള അകലം 1.676 മീറ്റർ. ബ്രോഡ് ഗേജിൽ പാളങ്ങൾ തമ്മിലുള്ള അകലം 1.67 മീറ്റർ. ഇന്ത്യയിലെ ആനുപാതിക ദൈർഘ്യം 74%. ബ്രോഡ് ഗേജ് 1.676 മീറ്റർ, 74%. അടുത്തത് മീറ്റർ ഗേജ്. പാളങ്ങൾ തമ്മിലുള്ള അകലം 1 മീറ്റർ. ഇന്ത്യയിലെ ആനുപാതിക ദൈർഘ്യം 21%. മീറ്റർ ഗേജ് 1 മീറ്റർ, 21%. അടുത്തത് നാരോ ഗേജ്. നാരോ ഗേജിൽ പാളങ്ങൾ തമ്മിലുള്ള അകലം 0.762 മീറ്റർ അല്ലെങ്കിൽ 0.610 മീറ്റർ. ഇന്ത്യയിലെ ആനുപാതിക ദൈർഘ്യം 5%. അപ്പോൾ ഒന്നുകൂടി നോക്കാം. പാളങ്ങൾ തമ്മിലുള്ള അകലത്തിന്റെ അടിസ്ഥാനത്തിൽ റെയിൽവേയെ 3 ആയിട്ട് തിരിച്ചു. ബ്രോഡ് ഗേജ്, മീറ്റർ ഗേജ്, നാരോ ഗേജ്. ബ്രോഡ് ഗേജ് 1.67 മീറ്റർ, 74%. മീറ്റർ ഗേജ് 1 മീറ്റർ, 21%. നാരോ ഗേജ് 0.762 മീറ്റർ അല്ലെങ്കിൽ 0.610 മീറ്റർ, 5%. മീറ്റർ ഗേജ്, നാരോ ഗേജ് പാതകളെ ബ്രോഡ് ഗേജ് ആക്കി മാറ്റുന്നതിനുള്ള കർമ്മ പരിപാടികൾ റെയിൽവേ ത്വരിതഗതിയിൽ നടത്തിവരുന്നു. ആവി എഞ്ചിനുകൾ പൂർണ്ണമായും മാറ്റി ഡീസൽ എഞ്ചിനുകളും ഇലക്ട്രിക്കൽ എഞ്ചിനുകളുമാക്കി മാറ്റിയിട്ടുണ്ട്. ആവി എഞ്ചിനുകൾ പൂർണ്ണമായും മാറ്റി ഡീസൽ എഞ്ചിനുകളും ഇലക്ട്രിക്കൽ എഞ്ചിനുകളുമാക്കി മാറ്റിയിട്ടുണ്ട്. കൂടാതെ പ്രധാന നഗരങ്ങൾ കേന്ദ്രീകരിച്ച് മെട്രോ റെയിൽ പദ്ധതി നടപ്പിലാക്കി വരുന്നു. അടുത്തത് കൊങ്കൺ റെയിൽവേ. 1998 നിർമ്മാണം പൂർത്തീകരിച്ച കൊങ്കൺ റെയിൽവേ ഇന്ത്യൻ റെയിൽവേ കൈവരിച്ച നേട്ടങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമാണ്. 1998 നിർമ്മാണം പൂർത്തീകരിച്ച കൊങ്കൺ റെയിൽവേ ഇന്ത്യൻ റെയിൽവേ കൈവരിച്ച നേട്ടങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമാണ്. മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകത്തിലെ മംഗലാപുരം വരെ 760 കിലോമീറ്റർ ആണ് ആകെ നീളം. അപ്പോൾ കൊങ്കൺ റെയിൽവേയുടെ ആകെ നീളം 760 കിലോമീറ്റർ ആണ്. മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകത്തിലെ മംഗലാപുരം വരെയാണ് കൊങ്കൺ റെയിൽവേ. 760 കിലോമീറ്റർ ആണ് ആകെ നീളം. സഞ്ചാരപാതയിൽ 146 നദികൾ പിന്നിടുന്ന ഈ പാതയിൽ ഏകദേശം 2000 പാലങ്ങളും 91 തുരങ്കങ്ങളുമുണ്ട്. അപ്പോൾ കൊങ്കൺ റെയിൽവേയുടെ സഞ്ചാരപാതയിൽ പിന്നിടുന്ന ആകെ നദികൾ 146. കൊങ്കൺ പാതയിൽ ഏകദേശം 2000 പാലങ്ങളും 91 തുരങ്കങ്ങളുമുണ്ട്. കൊങ്കൺ റെയിൽവേയുടെ ആകെ നീളം 760 കിലോമീറ്റർ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഏഷ്യയിലെ ഏറ്റവും വലിയ റെയിൽ തുരങ്കം ഇവിടെയാണ്, 6.5 കിലോമീറ്റർ. മഹാരാഷ്ട്ര, ഗോവ, കർണാടകം എന്നീ സംസ്ഥാനങ്ങൾ ഈ സംരംഭത്തിന്റെ പങ്കാളികളാണ്. മഹാരാഷ്ട്ര, ഗോവ, കർണാടക എന്നീ സംസ്ഥാനങ്ങൾ ഈ സംരംഭത്തിന്റെ പങ്കാളികളാണ്. അപ്പോൾ കൊങ്കൺ റെയിൽവേ നിലവിൽ വന്ന വർഷം 1998. കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ റോഹ, മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകത്തിലെ മംഗലാപുരം വരെ.
കൊങ്കൺ റെയിൽവേയുടെ ആകെ നീളം 760 കിലോമീറ്റർ. കൊങ്കൺ റെയിൽവേയുടെ സഞ്ചാരപാതയിൽ പിന്നിടുന്ന ആകെ നദികൾ 146. കൊങ്കൺ പാതയിൽ ഏകദേശം 2000 പാലങ്ങളും 91 തുരങ്കങ്ങളുമുണ്ട്. ഏഷ്യയിലെ ഏറ്റവും വലിയ റെയിൽ തുരങ്കം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊങ്കൺ റെയിൽവേയിലാണ്. 6.5 കിലോമീറ്റർ. കൊങ്കൺ റെയിൽ സംരംഭത്തിൽ ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങൾ കർണാടകം, ഗോവ, മഹാരാഷ്ട്ര. അടുത്തത് ജലഗതാഗതം. വൻതോതിലുള്ള ചരക്കു ഗതാഗതത്തിന് ഏറ്റവും യോജിച്ച മാർഗമാണ് ജലഗതാഗതം. ജലഗതാഗതത്തിന്റെ പൊതുവായ മേന്മകൾ നോക്കാം. ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗം. വൻതോതിലുള്ള ചരക്കു ഗതാഗതത്തിന് ഉചിതം. പരിസ്ഥിതി മലിനീകരണം ഉണ്ടാകുന്നില്ല. അന്താരാഷ്ട്ര വ്യാപാരത്തിന് ഏറ്റവും യോജിച്ചത്. അപ്പോൾ ജലഗതാഗതത്തിന്റെ പൊതുവായ മേന്മകൾ: ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗം, വൻതോതിലുള്ള ചരക്കു ഗതാഗതത്തിന് ഉചിതം, പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്നില്ല, അന്താരാഷ്ട്ര വ്യാപാരത്തിന് ഏറ്റവും യോജിച്ചത്. ജലഗതാഗതത്തെ പൊതുവെ രണ്ടായി തിരിക്കാം: ഉൾനാടൻ ജലഗതാഗതവും സമുദ്ര ജലഗതാഗതവും. അപ്പോൾ ജലഗതാഗതത്തെ രണ്ടായിട്ട് തിരിക്കുന്നു: ഉൾനാടൻ ജലഗതാഗതം, സമുദ്ര ജലഗതാഗതം. നദികൾ, കായലുകൾ, കനാലുകൾ തുടങ്ങിയ ജലാശയങ്ങളെ ഉൾനാടൻ ജലഗതാഗതത്തിനായി ഉപയോഗപ്പെടുത്തുന്നു. നദികൾ, കായലുകൾ, കനാലുകൾ തുടങ്ങിയ ജലാശയങ്ങളെയാണ് ഉൾനാടൻ ജലഗതാഗതത്തിനായി ഉപയോഗപ്പെടുത്തുന്നത്. ഇന്ത്യയിൽ താഴെ പറയുന്ന ജലാശയങ്ങളെയാണ് വൻതോതിൽ ഉൾനാടൻ ജലഗതാഗതത്തിനായി പ്രയോജനപ്പെടുത്തുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗതത്തിനായി പ്രയോജനപ്പെടുത്തുന്ന ജലാശയങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. ഗംഗ, ബ്രഹ്മപുത്ര നദികളും പോഷക നദികളും. ഗംഗ, ബ്രഹ്മപുത്ര നദികളും പോഷക നദികളും. ഗോദാവരി, കൃഷ്ണ നദികളും പോഷക നദികളും. ഗോദാവരി, കൃഷ്ണ നദികളും പോഷക നദികളും. ആന്ധ്ര തമിഴ്നാട് പ്രദേശത്തെ ബക്കിംഗ്ഹാം കനാൽ. ആന്ധ്ര തമിഴ്നാട് പ്രദേശത്തെ ബക്കിംഗ്ഹാം കനാൽ. ഗോവയിലെ മണ്ടോവി, സുവാരി നദികൾ. ഗോവയിലെ മണ്ടോവി, സുവാരി നദികൾ. കേരളത്തിലെ കായലുകൾ. കേരളത്തിലെ കായലുകൾ. ഇന്ത്യയിൽ വൻതോതിൽ ഉൾനാടൻ ജലഗതാഗതത്തിനായി പ്രയോജനപ്പെടുത്തുന്ന ജലാശയങ്ങളാണ് ഗംഗ, ബ്രഹ്മപുത്ര നദികളും പോഷക നദികളും. ഗോദാവരി, കൃഷ്ണ നദികളും പോഷക നദികളും. ആന്ധ്ര തമിഴ്നാട് പ്രദേശത്തെ ബക്കിംഗ്ഹാം കനാൽ. ഗോവയിലെ മണ്ടോവി, സുവാരി നദികൾ. കേരളത്തിലെ കായലുകൾ. അടുത്തത് 1986 ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ട ശേഷം ഇന്ത്യയിലെ 5 ജലപാതകളെ ദേശീയ ജലപാതകളായി പ്രഖ്യാപിച്ചു. ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ട വർഷം 1986. 1986 ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ട സമയത്ത് ഇന്ത്യയിലെ എത്ര ജലപാതകളെയാണ് ദേശീയ ജലപാതകളായി പ്രഖ്യാപിച്ചത്? 5 ജലപാതകളെയാണ് ദേശീയ ജലപാതകളായി പ്രഖ്യാപിച്ചത്. ഇനി അവ ഏതൊക്കെയെന്ന് നോക്കാം. ദേശീയ ജലപാത 1 NW1 ഗംഗാ നദിയിൽ അലഹബാദ് മുതൽ ഹാൽദിയ വരെ 1620 കിലോമീറ്റർ. ദേശീയ ജലപാത 1 NW1 ഗംഗാ നദിയിലെ അലഹബാദ് മുതൽ ഹാൽദിയ വരെ 1620 കിലോമീറ്റർ. 1620 കിലോമീറ്റർ. ദേശീയ ജലപാത 2 NW2 ബ്രഹ്മപുത്ര നദിയിൽ സാദിയ മുതൽ ധൂബ്രി വരെ 891 കിലോമീറ്റർ. ദേശീയ ജലപാത 2 NW2 ബ്രഹ്മപുത്ര നദിയിൽ സാദിയ മുതൽ ധൂബ്രി വരെ 891 കിലോമീറ്റർ. അടുത്തത് ദേശീയ ജലപാത 3 NW3 കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ 205 കിലോമീറ്റർ. എന്നാൽ ഇപ്പോൾ അത് കോട്ടപ്പുറം വരെയല്ല, കൊല്ലം മുതൽ കോഴിക്കോട് വരെ പശ്ചിമതീര കനാൽ ചാമ്പക്കര ഉദ്യോഗ മണ്ഡലം. അതിൻ്റെ ആകെ നീളം ഇപ്പോൾ 365 കിലോമീറ്ററാണ്. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ ഉള്ളപ്പോൾ 205 കിലോമീറ്ററാണ്. എന്നാൽ കൊല്ലം മുതൽ കോഴിക്കോട് വരെ ആയപ്പോൾ 365 കിലോമീറ്റർ. ദേശീയ ജലപാത 4 NW4 ഗോദാവരി, കൃഷ്ണ നദികളുമായി ചേർന്ന് കാക്കിനഡ മുതൽ പുതുച്ചേരി വരെയുള്ള കനാൽ. ഗോദാവരി, കൃഷ്ണ നദികളുമായി ചേർന്ന് കാക്കിനഡ മുതൽ പുതുച്ചേരി വരെയുള്ള കനാൽ 1095 കിലോമീറ്റർ. 1095 കിലോമീറ്റർ. ദേശീയ ജലപാത 5 NW5 പൂർവ്വതിര കനാലുമായി ബന്ധിപ്പിച്ചുള്ള ബ്രഹ്മണി മഹാനദി ഡെൽറ്റ നദീവ്യവസ്ഥ 623 കിലോമീറ്റർ. പൂർവ്വതീര കനാലുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബ്രഹ്മണി മഹാനദി ഡെൽറ്റ നദീവ്യവസ്ഥ 623 കിലോമീറ്റർ. അപ്പോൾ ഒന്നുകൂടി നോക്കാം. ദേശീയ ജലപാത 1
NW1 ഗംഗാ നദിയിലെ അലഹബാദ് മുതൽ ഹാൽദിയ വരെ 1620 കിലോമീറ്റർ. ദേശീയ ജലപാത 2 ബ്രഹ്മപുത്ര നദിയിൽ സാദിയ മുതൽ ധൂപ്രി വരെ 891 കിലോമീറ്റർ. ദേശീയ ജലപാത 3 കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ ആയിരുന്നു 205 കിലോമീറ്റർ. ഇപ്പോൾ അത് കൊല്ലം മുതൽ കോഴിക്കോട് വരെ 365 കിലോമീറ്റർ. ദേശീയ ജലപാത 4 ഗോദാവരി കൃഷ്ണ നദികളുമായി ചേർന്ന് കാക്കിനഡ മുതൽ പുതുച്ചേരി വരെയുള്ള കനാൽ 1095 കിലോമീറ്റർ. ദേശീയ ജലപാത 5 പൂർവതീര കനാലുമായി ബന്ധിപ്പിച്ചുള്ള ബ്രഹ്മണി മഹാനദി ഡെൽറ്റ നദീവ്യവസ്ഥ 623 കിലോമീറ്റർ. സഞ്ചാരത്തിനും ചരക്കു ഗതാഗതത്തിനും മാത്രമല്ല, ഉൾനാടൻ മത്സ്യബന്ധനത്തിനും വിനോദസഞ്ചാരത്തിനും ഉൾനാടൻ ജലഗതാഗതത്തെ പ്രയോജനപ്പെടുത്തുന്നു. സഞ്ചാരത്തിനും ചരക്കു ഗതാഗതത്തിനും മാത്രമല്ല, ഉൾനാടൻ മത്സ്യബന്ധനത്തിനും വിനോദസഞ്ചാരത്തിനും ഉൾനാടൻ ജലഗതാഗതത്തെ പ്രയോജനപ്പെടുത്തുന്നു. ഇന്ത്യയുടെ പടിഞ്ഞാറും കിഴക്കുമായി 13ഓളം പ്രധാന തുറമുഖങ്ങളും 185ഓളം ചെറിയ തുറമുഖങ്ങളുമുണ്ട്. അന്താരാഷ്ട്ര വാണിജ്യത്തിൽ ഇന്ത്യയിലെ തുറമുഖങ്ങൾക്ക് ശ്രദ്ധേയമായ സ്ഥാനമാണുള്ളത്. അപ്പോൾ ഇന്ത്യയിലെ പടിഞ്ഞാറും കിഴക്കുമായി സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾ 13, പൊതുമേഖലയിൽ 12 സഹകരണ മേഖലയിൽ 1. ഇന്ത്യയുടെ പടിഞ്ഞാറും കിഴക്കുമായി 185ഓളം ചെറിയ തുറമുഖങ്ങളുമുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ പടിഞ്ഞാറും കിഴക്കുമായി സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾ 13, പൊതുമേഖലയിൽ 12, സഹകരണ മേഖലയിൽ 1. ഇന്ത്യയുടെ 13ാമത്തെ മേജർ തുറമുഖമാണ് പോർട്ട് ബ്ലെയർ. ഇന്ത്യയുടെ 13ാമത്തെ മേജർ തുറമുഖമാണ് പോർട്ട് ബ്ലെയർ. പോർട്ട് ബ്ലെയറിനെ മേജർ തുറമുഖമായി പ്രഖ്യാപിച്ചത് 2010 ജൂൺ 1. അപ്പോൾ താഴെ പറയുന്നവയാണ് ഇന്ത്യയിലെ പ്രധാന തുറമുഖങ്ങൾ. അത് ഏതൊക്കെയെന്ന് നോക്കാം. കണ്ട്ല, മുംബൈ, നവസേവ, മർമഗോവ, മംഗലാപുരം, കൊച്ചി, തൂത്തുക്കുടി, ചെന്നൈ, വിശാഖപട്ടണം, പാരദ്വീപ്, ഹാൽദിയ, കൊൽക്കത്ത. അപ്പോൾ ഇന്ത്യയിലെ പ്രധാന തുറമുഖങ്ങളാണ് കണ്ട്ല, മുംബൈ, നവശേവ, മർമഗോവ, മംഗലാപുരം, കൊച്ചി, തൂത്തുക്കുടി, ചെന്നൈ, വിശാഖപട്ടണം, പാരദ്വീപ്, ഹാൽദിയ, കൊൽക്കത്ത എന്നിവ. വിഴിഞ്ഞം തുറമുഖ പദ്ധതി. വിഴിഞ്ഞം ആഴക്കടൽ വിവിധോദ്ദേശ തുറമുഖം യാഥാർത്ഥ്യമാകുന്നതോടെ കേരളത്തിന് 2 പ്രധാന തുറമുഖങ്ങളാകും. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കാൻ വിഭാവനം ചെയ്യുന്ന ഈ പദ്ധതിയുടെ ആദ്യഘട്ടം കണ്ടെയ്നർ തുറമുഖമായാണ് വികസിപ്പിക്കുന്നത്. അന്താരാഷ്ട്ര കപ്പൽ പാതയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നു എന്നതും സ്വാഭാവിക ആഴം 24 മീറ്ററിൽ കൂടുതലാണ് എന്നതും നിർദ്ദിഷ്ട തുറമുഖത്തിന്റെ സവിശേഷതകളാണ്. അപ്പോൾ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ കേരളത്തിൽ നടപ്പിലാക്കുന്ന തുറമുഖ പദ്ധതിയാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതി. അന്താരാഷ്ട്ര കപ്പൽ പാതയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നു എന്നതും സ്വാഭാവിക ആഴം 24 മീറ്ററിൽ കൂടുതലാണെന്നതും വിഴിഞ്ഞം തുറമുഖത്തിന്റെ സവിശേഷതയാണ്. അടുത്തത് വ്യോമഗതാഗതം. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണത്തിലാണ് ഇന്ത്യയുടെ വ്യോമഗതാഗതം. ഇതിനു കീഴിൽ 11 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളടക്കം 126 വിമാനത്താവളങ്ങളാണുള്ളത്. എയർ ഇന്ത്യ, ഇന്ത്യൻ എയർലൈൻസ് എന്നീ കോർപ്പറേഷനുകളാണ് യഥാക്രമം അന്താരാഷ്ട്ര ആഭ്യന്തര വിമാന സർവീസുകൾ കൈകാര്യം ചെയ്യുന്നത്. നിരവധി സ്വകാര്യ കമ്പനികളും ഇന്ത്യയിൽ വിമാന സർവീസുകൾ നടത്തുന്നുണ്ട്. അപ്പോൾ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണത്തിലാണ് ഇന്ത്യയുടെ വ്യോമഗതാഗതം. ഇന്ത്യയുടെ വ്യോമഗതാഗതം നിയന്ത്രിക്കുന്നത് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ആകെ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ 11. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ആകെ വിമാനത്താവളങ്ങൾ 126. അന്താരാഷ്ട്ര ആഭ്യന്തര വിമാന സർവീസുകൾ കൈകാര്യം ചെയ്യുന്ന കോർപ്പറേഷനുകളാണ് എയർ ഇന്ത്യ. എയർ ഇന്ത്യ അന്താരാഷ്ട്രമാണ്. ഇന്ത്യൻ എയർലൈൻസ് അത് ആഭ്യന്തരമാണ്. കേരളത്തിലെ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുടെ എണ്ണം 4. കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന ജില്ല മലപ്പുറം. അവസാനമായി നിലവിൽ വന്ന കേരളത്തിലെ അന്താരാഷ്ട്ര വിമാനത്താവളം ഏതാണെന്ന് ചോദിച്ചാൽ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം. ഇന്ത്യയുടെ വ്യോമഗതാഗതം നിയന്ത്രിക്കുന്നത് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ആകെ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ 11. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ആകെ വിമാനത്താവളങ്ങൾ 126. അന്താരാഷ്ട്ര ആഭ്യന്തര വിമാന സർവീസുകൾ കൈകാര്യം ചെയ്യുന്ന കോർപ്പറേഷൻ എയർ ഇന്ത്യയും ഇന്ത്യൻ എയർലൈൻസും. കേരളത്തിലെ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുടെ എണ്ണം 4. അവസാനമായി നിലവിൽ വന്ന കേരളത്തിലെ അന്താരാഷ്ട്ര വിമാനത്താവളം കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം.
ഇനി വാക്കുകളിലൂടെ വർണ്ണിക്കാനാവാത്തത്ര സമ്പന്നമാണ് ഇന്ത്യയുടെ വിഭവ വൈവിധ്യമെന്ന് ഇതിനോടകം നിങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ടാകും. ഈ വൈവിധ്യങ്ങളെ കൂടുതൽ ശാസ്ത്രീയമായും നീതിയുക്തമായും ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ ഭാവി ഏറെ ശോഭനമാകും എക്കാലത്തേക്കും. അപ്പോൾ ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്ന 10ാം ക്ലാസ്സിലെ 8ാമത്തെ അധ്യായം കഴിഞ്ഞു. താങ്ക് യു.